എന്ത് വന്നാലും അന്നെ വിട്ട് ഞാൻ പോകില്ല, ഈയാണ് എൻ്റെ ലോകം, എനിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഈ എന്നെ വിട്ടു പോയാലും ഞാൻ എന്നെ വിട്ടു പോകില്ല. അങ്ങനെ എത്ര എത്ര ഡയലോഗുകളല്ലേ. ഇപ്പം ആ ഡയലോഗും ഇല്ല, ആ ഡയലോഗ് അടിച്ച ടീമും ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഒരു റിലേഷൻഷിപ്പ് ട്രൂ എന്നൊക്കെ പറയുന്നത് എന്താ സംഭവിച്ചാൽ എനിക്ക് കുറേ പ്രൊസീജിയറും അതിൻ്റെ ബാക്കിൽ കുറേ ഹാർഡ് വർക്കുമാണ്. ഒന്നാമത് പക്വത, മെച്യൂരിറ്റി ആ ലെവലിലെത്തണം, രണ്ടാക്കും ഫാമിലി മാച്ച് ആവാൻ നോക്കണം, അങ്ങനെ കുറേ സംഗതികളുണ്ട്. അല്ലാതെ നമുക്കൊരു പ്രായത്തിൽ തോന്നുന്ന ഒരു അട്രാക്ഷൻ, ആ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു പ്രായത്തിൻ്റെ ഇതിൽ തോന്നുന്നതാണ്. അതിന് മാത്രം കാലാവധി ഒന്നും ഉണ്ടാവില്ല. അതൊന്നും ബുദ്ധി വെക്കണ വരെ ആ ഒരു റിലേഷൻ പോകുള്ളൂ. വിവരം വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ പറയും, അത് അന്നത്തെ പ്രായത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, ഇന്ന് എനിക്ക് ഇങ്ങനെ മാറാനും തോന്നി എന്നുള്ളത് പറയും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ആ പ്രായത്തിൽ അങ്ങനെ തോന്നി, അതുകൊണ്ട് അവരങ്ങനെ ചെയ്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രൂ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ വാഗ്ദാനം കിട്ടി അത്രയും ഉറപ്പ് കൊടുത്തിട്ടുള്ള നേടിയെടുക്കലൊന്നുമല്ല. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി സെറ്റിലാവാൻ നോക്കുക, നല്ല രീതിയിൽ നടത്തിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു ഫാമിലി ഫൈറ്റോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയോണ്ടോ അങ്ങനെ നേടിയെടുത്തിട്ട് സന്തോഷമില്ലാതെ, ഫാമിലി ഇല്ലാതെ, തുമ്പും വാലില്ലാതെ ഒന്നും നേടിയെടുത്തിട്ട് ഒരു കാര്യമില്ല. അത് ആ ഒരു വ്യക്തി ഉണ്ടാവും കുറച്ച് ദിവസം, ആ ഒരു സന്തോഷം നമ്മൾ തീരുന്നവരെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അതോടെ ഫ്ലോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളെ ഫാമിലി ഇമ്പോർട്ടൻ്റ് വേണം, നമ്മളെ പാർട്ണർ ഇമ്പോർട്ടൻ്റ് ആവണം എന്നുള്ള ക്വാളിറ്റിയിലേക്ക് നമ്മൾ സെറ്റിൽ ചെയ്യണം. അവിടെയാണ് കളി. അല്ലാതെ നമ്മളിപ്പോഴേ അന്തല്ലാത്ത സമയത്ത് പ്രേമിച്ച് വീട്ടിൽ പിടിച്ച് പ്രശ്നമാക്കി ലാസ്റ്റ് ഫാമിലി ഉണ്ടാവില്ല, ഫ്രണ്ട്സും ഉണ്ടാവില്ല, റിലേഷനും ഉണ്ടാവില്ല, ഒക്കെ പോണൊരു അവസ്ഥയിലെത്തും. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.